മുന്നേ ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാനിവിടുത്തെ സിറ്റിയിലെ ചെറിയൊരു അണി റോസ് അല്ലേ, എല്ലാത്തിനും പോവും. അയ്യോ രണ്ട് പുക അടിക്കാം. ജീവിതത്തിൽ നടക്കാത്തല്ല ഇവിടെ നടപ്പാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യ ഉണ്ടാവും. ഇല്ല, ഷെയ്ക്കിന് പെണ്ണില്ല പോലും, അത് ജീവിതത്തിലും ഇല്ല ഗെയിമിലും ഇല്ല. മാറോ രണ്ട് പെഗും കൂടി അടിച്ചിട്ട് പോവാ. ഹലോ സുഖാണോ? സുഖം സുഖം. ഞാൻ വണ്ടി എടുക്കട്ടെ, ഇവിടെ അല്ല ഇടിച്ചു തെറിപ്പിക്കും. സൈലോട്ട് ഭയങ്കര സ്പീഡിൽ വരുന്ന എല്ലാരും. ഇവിടെ മാറില്ല, ഇവിടെ അയ്യോ തായ്പും കൂടെ വരണമായിരുന്നല്ലേ. സുഖല്ലേ? വണ്ടി ഇത് എന്റെ കസ്റ്റം വണ്ടി. വലിയ ആളായി പോയല്ലേ ഇപ്പൊ? നിങ്ങളല്ലേ വലിയ ആളായി പോയത്. വേറെ ഇവിടെ കുറച്ചാൾ സിറ്റിയിലൊന്നും ഇല്ലായിരുന്നല്ലോ. എവിടെയായിരുന്നു? സിറ്റിയിലായിരുന്നു, പുറത്തായിരുന്നു. തിരിച്ചെത്തിയപ്പോഴല്ലേ? ഇനി കുറച്ചു ദിവസം ഇവിടെ ഒക്കെ കാണും. ഓ പിന്നല്ല, കാണാം നമുക്ക് കാണണം. പിന്നല്ലാതെ അകത്തോട്ട് കാർലോ അവിടെ കെവിയുടെ പിള്ളേരുടെ കൂടെ നിൽക്കുന്നു. ആണോ? ഇനോഗ്രേഷൻ അത് ഈ ഷെയ്ക്ക് ഞാൻ 9:45 റെഡി ആയിരിക്കണ്. ആണോ? ഷെയ്ക്കിന്റെ പ്രശ്നം നട്ടോ ഇതെല്ലാം. ഷെയ്ക്കിന് ഒരു കോർഡിനേഷൻ ഇല്ല. സത്യം ഷെയ്ക്കിന്റെ അടുത്ത് ഡേറ്റ് പറഞ്ഞാ ഞാൻ വന്നത് പോലും. ആണോ? അതെ ഷെയ്ക്കാ ഉത്തരവാദിത്തം ഇല്ലാത്ത പണ്ടത്തെ സിറ്റുവേഷനൊക്കെ ഓർമ്മ വരണം എനിക്ക്. ഹേവിയായിട്ട് ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഇതായി കഴിഞ്ഞുള്ളൂ. അവിടെ കാണാൻ പോയി എന്തെങ്കിലും സംസാരിച്ച് അടിച്ച് പല്ല് പൊഴിക്കുവോ ഞാൻ? ഞാൻ അവിടെ റിക്മാനെ ചെറഞ്ഞൊരു നോട്ടം ഞാൻ ചെന്ന് ചോദിച്ചേട്ടാ. ആരോ ചൂടായെന്നറിയാം. ആണോ? ആ വെച്ചാലും ഞങ്ങൾ നോക്കിക്കത്തേ ഉള്ളൂ. ഞങ്ങൾ ഇടപെടത്ത് പോലും ഇല്ല. ഒരുമിച്ച് പോവാ. എങ്ങോട്ടാ വരണ്ടേ? നമുക്ക് കാർലോ വരുന്നുണ്ട്. കാർലോ അവിടെ ഡ്രസ് ഷോപ്പിലുണ്ട് പറഞ്ഞു. കാർലോം കൂടി വന്നാൽ നമുക്ക് ഒരുമിച്ച് അങ്ങനെ നേരെ ബുർജിൽ പോവാം. ആദ്യം ബുർജിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാൻഷനിൽ പോവാം. അവിടെയാണ് പരിപാടി. പെട്ടെന്ന് ഇനാഗ്രേഷൻ നമുക്ക് പെട്ടെന്ന് തീർക്കാം. എല്ലാരും ഉണ്ടല്ലോ അണ്ണാ. സായി പോപ്പിക്കും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടുവരണ്ടായിരുന്നില്ലേ? നേരെ വരും നേരെ. അണ്ണാ നിങ്ങള് മെയിൻ ഗസ്റ്റ് ഒക്കെ അങ്ങോട്ട് പോയി സംസാരിക്കും. നിങ്ങൾ ഒരുമിച്ച് സംസാരിക്കേ. ഷെയ്ക്കിന്റെ പരിപാടി പോസ്റ്ററിലില്ലെങ്കിലും നിനക്കും വരാൻ കേട്ടോ ചന്ദ്ര. എങ്ങോട്ടാ വരണ്ടേ? എടാ ശിവ ആ വണ്ടി ഉണ്ടോ? ആ ഓക്കെ. ആ അയ്യോ ആരും വന്നില്ലേ? നമ്മളെ പരിപാടി അത് കൊള്ളാം. So please sit towards your right. Left side. Yeah. Please sit here. നീ ബാക്ക് പോ. ബാക്ക് പോ. ഞാൻ സൈഡിലോട്ടിരിക്കണേ. ബിരിയാണിയാണ് കിട്ടിയായിരുന്നോ? ആ കിട്ടി അപ്പാ.
അതൊന്ന് കഴിച്ച് ബിരിയാണിയോ? അണ്ണ ഇവിടുന്ന് ഞെട്ടിക്കൽ ബിരിയാണിയോ? അണ്ണാക്ക് പൊട്ടി തിരക്കി എന്തിനാ പോപ്പാ? ശ്ശേ. കിട്ടുവോ? എല്ലാം ഒക്കെ ജെട്ടിക്കൽ ബിരിയാണി സൂപ്പർ ഇഷ്ടപ്പെട്ടു. വാ അങ്ങോട്ട് വാ വന്നിരിക്കും. ഇപ്പോഴാണ് സീറ്റൊക്കെ വന്നത്. എല്ലാം മനസ്സിലാവണല്ലോ ഇവിടെ. ഹലോ ഹലോ. ഓ സ്റ്റേജ് അതെ പോവാ. അല്ലെങ്കിൽ ഒരു മൂലക്ക് ഏതാ വാസന ഏതാ എനിക്ക് അറിയില്ലതിനെ പറ്റി. എന്താ ഈ ഹൈഫൈ കൊടുക്കുന്ന ഒരു സാധനല്ലേ എന്താന്ന്? അത് എപ്പോ നോക്കിയിട്ട് എനിക്കും അറിയില്ല. എന്നാ എന്തെങ്കിലും ഒരു ഇമോട്ട് കൊടുക്കാം. അല്ല എന്താ ഓക്കെ. അയ്യോ നാട്ടുകാര് ഹലോ കേക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഷെയ്ഖ് ഇവിടെ ഒരു ബുർജ് ഖലീഫ തുടങ്ങുന്നതാണ്. അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇതിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഞാനും വാസുണ്ണനും കാർലോയും കൂടി ചെയ്യാൻ പോയാണ്. അപ്പൊ എന്റെ ഭാഗത്തു നിന്നുള്ള വാസണെന്ന് വിളിക്കുമ്പോ എനിക്ക് എന്തോ രണ്ടു വാക്ക് വാസുണ്ണൻ സംസാരിക്കും. ഞാനോ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാൾക്ക് ശേഷം തൊപ്പിക്കാരനെയും അതേപോലെ തന്നെ കാർലോയെ കാണാറുണ്ട്. തൊപ്പിക്കാരനെയൊക്കെ ഒരുപാട് നാൾക്ക് ശേഷം നമുക്ക് കാണാൻ പറ്റി. ഇങ്ങനൊരു അവസരത്തില് ഞങ്ങളെ 3 പേരെ ഇൻവൈറ്റ് ചെയ്തതിന് ഷെയ്ഖിന് ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി കാർലോ സംസാരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഒരു ഗസ്റ്റ് ഇൻവൈറ്റ് ചെയ്ത ഷെയ്ഖിന് എന്റെ ഒരു താങ്ക് യു. ഈ സിറ്റിയിലെ ഇപ്പൊ ഇത് ഫസ്റ്റത്തെ ഒരു സംരംഭമല്ല ഷെയ്ഖിന്റെ. ഇതിന് മുന്നേ ഒരു ബാങ്കിന്റെ പരിപാടികളും അതിന് മുന്നേ ഒരുപാട് സംഭവങ്ങൾ ഈ സിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സിറ്റിയിലെ കേൾക്കുന്നുണ്ടോ? ഹലോ എല്ലാവരുടെയും POV സൗണ്ട് കുറവാണോ? അപ്പൊ ഈ ഒരു സിറ്റിയിലെ പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള സിറ്റിയിൽ കളിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ടീം കൊണ്ടുവരുന്നുണ്ട്. അതിലെ ഒരെണ്ണം മാത്രമാണ് ഈ ഒരു ഇപ്പോ ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവരുടെ ഭാഗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എന്റെ വാക്കുകൾ എന്തിനാ 2 വാക്ക് പറയുന്നത്? ഇന്നെന്തിനാണ് ഈ വിളിച്ചത്? രണ്ടു വാക്ക് സംസാരിച്ച് കേൾക്കാം. നിന്റെ ബിൽഡിംഗ് അല്ല. ഞാൻ എന്താ പറയാ, ഇതെന്തൊരു ഞാനിത് അല്ലല്ല ജമീർ കൂടി പറയട്ടെ. രണ്ടു വാക്ക് ഞാൻ സംസാരിക്കാലോ. ഒരു പാട്ടായാലോ? പാട്ട് വേണ്ട. പാട്ട് വേണ്ട. നീ സംസാരിക്കും ബുദ്ധിങ്ങാതെ ഒന്ന് അപ്പൊ ഷെയ്ഖിന്റെ ഈ ബാങ്ക് ഉദ്ഘാടനം ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സംഭവം തട്ടുകട എന്താ പരിപാടി? എന്താ ഇത്? ഇത് ബുർജ് ഖലീഫ. ഷെയ്ഖിന്റെ ബുർജ് ഖലീഫ ഉദ്ഘാടനം ചെയ്തതായി നമ്മൾ അടിയന്തര അവസ്ഥയിൽ സംസാരിച്ചു കൊള്ളുന്നു. അപ്പോ ഹാപ്പി ഇനോഗ്രേഷൻ. ഒരു പാട്ടും കൂടി. എന്നൊരു പാട്ട്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. അടിപൊളി. കൈയടിക്കേണ്ട ഇമോട്ട് അറിയില്ല, അല്ല കൈയടിക്കായിരുന്നു. അപ്പൊ ആങ്കർ ഇതോടുകൂടി നമ്മുടെ ഫോമൽ ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞായിട്ട് അറിയിക്കുന്നു.
നമുക്ക് അടുത്തത് നമ്മളെ പരിപാടി ഫ്ലോപ്പ് ആയി തോന്നല്ലോ. ആരും പെർഫോമൻസ് ചെയ്യുന്നില്ല. പെർഫോം ചെയ്യാൻ അപ്പുറത്ത് ഐലാൻഡിലെ പെർഫോമൻസ് പാട്ടും വേറെ ഒരു ട്രിവിൻ എന്ന് പറഞ്ഞ ടീമിന്റെ നിന്റെ ഫാത്തിമല്ല മനസ്സിലായോ? ഭയങ്കര ഡിലേ നടന്നു പോകാനുള്ള ദൂരമുള്ളോ? നടന്നു പോകാനുള്ള ദൂരമുള്ളോ? അല്ല നടന്ന ഹലോ വാസ്തുണ്ണ എടാ എനിക്ക് പറയടാ. സുഖല്ലേ? സുഖമാണ് സുഖമാണോടാ സുഖമാണ്. പറ പിന്നെ ഞാനിവിടുത്തെ സിറ്റിയിലെ ചെറിയൊരു അടിറോസ് അല്ലേ, എല്ലാത്തിനും പോവും. പിന്നെ കൊറേ പരിപാടി ഉണ്ട്. ഇനി ഇവിടുന്ന് എങ്ങോട്ടാ പോകണ്ടേ? ഇവന്റെ ഓരോ ഫ്ലോപ്പ് പരിപാടിയും നമ്മളിവിടെ തടിച്ചുകൂടി റേഡിയോ ഷെയ്ക്കോടി ഷെയ്ക്കോടി ഇത് ഉടപ്പ് നിക്കണ്. എനിക്ക് വാച്ചിങ് രാത്രി സമയത്ത് തോന്നുന്നു. നീ നമ്മുടെ ആർപി ഒന്നും കാണാത്തുണ്ടോ? റേഡിയോ സൈസ് കുറയ്ക്കാൻ നമുക്ക് മൈക്ക് ശേഷമുള്ള ഓപ്ഷനാണ്. മനസ്സിലായില്ല. നമുക്ക് ഇതില് പോവാ, വലിയ വണ്ടിയിൽ പോവാ, ലിമോസിനിൽ പോവാ. അതല്ല മറ്റേ എല്ലാരും ഒരുമിച്ച് പോവാ. കാറിലോ സാർഗരിയുടെ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മള് ഇനി കയോ കേട്ടില്ലേ? ഒരു പാലുണ്ട് 9372 കാർലോ അല്ല എമോഷനിൽ കയറാ. ഹലോ ഇവനാണ് ഉസ്മാൻ. ഞാനാ ഉസ്മാൻ. ഒരു കാര്യം ചെയ്യട്ടെ, ഇതിപ്പോ ആദ്യത്തെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള 2 ഇനോഗ്രേഷന്റെ ഫണ്ട് തന്നാലും ഇവിടുത്തെ വരാൻ പറ്റത്തുള്ളൂ. ഫണ്ട് എന്നുള്ള ചിന്ത മാറ്റിക്കൂടെ നിങ്ങൾക്ക് എപ്പോഴും? ഫണ്ടിന് ഫണ്ട് തരാ. ഇത് പരിപാടി ഒന്ന് നടത്തട്ടാ പാപ്പാ. അതോ അല്ല പരിപാടി നിങ്ങൾ മുക്കിയാലോ? ഇതാണ് ഈ സിറ്റിയിൽ എല്ലാരും ഇൻവൈറ്റ് ചെയ്തിട്ട് പരിപാടി ഇവിടെ നടത്താൻ വലിയ മനസ്സിലായില്ല. നോട്ട് അറ്റ് ഓൾ ഈസിയാണ്, മനസ്സിലായോ? പ്രത്യേകിച്ച് ഓപ്പണിംഗ് നമുക്ക് എല്ലാവരും കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. എല്ലാരും കൂട്ടണ്ടേ? കൊറേ സ്പേസ് ഉണ്ട്. 2-3 ആളെ കൂട്ട അടത്തുന്നവരാരും മിണ്ടി മറിഞ്ഞിരിക്കണ്ടേ? വണ്ടി കംപ്ലൈന്റ് ആയ പോലെ അഭിനയിച്ചോ? വണ്ടി കംപ്ലൈന്റ് അയ്യോ വണ്ടി കംപ്ലൈന്റ് ആയാലോ? അയ്യോ ഇല്ല ഞാൻ തൊപ്പിക്ക് ഡിലേ ആവും ഇത് ശരിക്കും അവിടെ എത്തിയാൽ ഇന്നൊന്നും നടക്കൂല കേട്ടാ. കേറാൻ കഴിയില്ല ഇതില് സ്ഥലല്ല
പെട്ടെന്ന് കയറിക്കല്ലേ താറിനെ കയറ്റി കൊണ്ടുപോകാനാണ്. ഇല്ലടാ അത് ഫുള്ളാ. ഉസ്മാനാരാ എങ്ങനാ ഷെയ്ക്കിന്റെ ശിങ്കിടാ റേഡിയോ ഓഫ് ആക്കട്ടെ. റേഡിയോ സെയിം അവിടെ ഓഫ് ചെയ്യണ്ടടാ. ആ മ്യൂട്ടായി കളഞ്ഞാ മതി മോള്. റേഡിയോന്റെ ഇൻഗെയിം മണി എത്ര വാങ്ങി ഇനാഗ്രേഷൻ? എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്നെ പുള്ളി കുറച്ച് ദിവസം അടുപ്പിച്ച് കുറച്ച് ദിവസമായിട്ട് എന്നെ ഫോണില് ഹോസ്റ്റലിൽ എന്നെ വിളിച്ചായിരുന്നു പരിപാടിക്ക് വരണോ. പിന്നെ ഞാൻ അതുകൊണ്ട് എത്ര ലേറ്റ് ആയിട്ട് അതിനകത്ത് ഇരിക്കണം. മനസ്സിലായോ? ഞാനും ആലോചിക്കുന്നത് എന്തൊരവസ്ഥ. പിന്നെ ഷെയ്ക്ക് പൈസ ആണ്. നമ്മള് റെമ്യൂണറേഷൻ എടുക്ക്. എന്തോ പറ 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 പറ. പേര് തീർന്നോ? ഓ ഞാൻ വാസനും കാറിലുണ്ട്. അതിനകത്തിരിക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. നാലാളേ ഉള്ളൂ. നമ്മള് കുറച്ച് ആൾക്കാരെ ഇതാക്കണോടാ. നമ്മളിപ്പോ രണ്ടാളല്ലേ ഉള്ളൂ. ആദ്യം എന്താ പറയാ, ആദ്യത്തെ കാര്യം എന്താ പറയാ, എല്ലാ ദിവസവും ഇവിടെ വരാൻ പഠിക്കണം. മനസ്സിലാവും. നമ്മ ഒരിക്കൽ വന്നിട്ട് 6 മാസം കഴിഞ്ഞാൽ പിന്നെ വരുന്നുണ്ട്. സിറ്റിയാണ് ഇപ്പൊ ഇവയില്ലാത്തോണ്ടാന്ന് പീസ്ഫുൾ സിറ്റി. ആരെ തൊപ്പില്ലാത്തോണ്ടാ? എന്താണ് അങ്ങനത്തെ വർത്താനം? ഞാൻ ആകെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരുന്നുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാക്കാനാ. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഷെമീറിന് അറിയില്ല. പീസ്ഫുൾ സിറ്റിയാണെന്ന് പറഞ്ഞതാ. തെറ്റിദ്ധരിക്കില്ല. ഹെലികോപ്റ്റർ നമുക്ക് എസ്കോർട്ടാണോ? അല്ല അത് നമ്മളാരും ചത്താൻ എന്താ മുണ്ടാതിരിക്കുന്നത്? ഞാൻ ഇവര് സംസാരിക്കണ പിന്നെ ഉണ്ടായിരുന്ന വണ്ടിയിലിരിക്കുന്ന ആർക്കെങ്കിലും ഉസ്മാൻ അറിയോ? ഉസ്മാൻ? ഓ അറിയാം. ഉസ്മാൻ ആരാ? ഇതെന്താ ഇല്ല ഒരു തുറന്നിട്ട് വേണം. ക്ലോസ് ചെയ്യാൻ പറ. ക്ലോസ് ചെയ്തേക്ക് ബ്രോ. വെൽക്കം ടു ഷെയ്ക്ക് ഐലൻഡാ. മോനെ ഇതെന്താ ഇത്? ഷെയ്ക്കിനൊരു സ്ഥലയിലുണ്ടോ ഇടാ? ഷെയ്ക്ക് ജീവിതത്തിൽ നടക്കാത്തെല്ലാം ഇവിടെ നടപ്പാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യ ഉണ്ടാവും. ഇല്ല, ഷെയ്ക്കിന് പെണ്ണില്ല പോലും. അത് ജീവിതത്തിലും ഇല്ല, ഗെയിമിലും ഇല്ല. അതാ സെമീറ, ഞാൻ നിനക്ക് വേണ്ടിട്ട് നോക്കാക്കുന്നടാ. ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിനെ ഞാൻ നാളെയും വരും. നാളെ വരാണെന്നുണ്ടെങ്കിൽ സെമീറിന് സിറ്റിയിൽ പെണ്ണിട്ടൂലേ? ഓ ഉറപ്പായിട്ടും. ഇത് നമ്മളെ ഇതാണ് നമ്മളെ ഫാം റിസോർട്ട്. നമുക്ക് ഇവിടെ ഇറങ്ങണ്ട. ഇവിടെ ഇറങ്ങിയാൽ ഡീലോ ജസ്റ്റ് കാണിച്ചാൽ നമുക്ക് അങ്ങനെ പോവാം. ഇനാഗ്രേഷനിൽ കരുതിനെ നമ്മള് വെൽക്കം ടു ഷേക്ക് ഫാം റിസോർട്ട്. ഡു നോട്ട് ഡിസ്റ്റർബ്. എന്താ ഇത്? ഇതിന്റെ ഉള്ളില് വീടുണ്ട്. ഷമീറിനൊരു വീട് ഷെയ്ക്ക് തരും. ഷെയ്ക്കിന്റെ മാനേജറാണ് ഉസ്മാന്. എന്താ നീ എങ്ങനെ ഉസ്മാനെ പറ്റി കുറെ നേരം ചോദിക്കുന്നത്? എന്താ പ്രശ്നം? എന്താ എന്നോട് ഇവിടെ കുറെ ആൾക്കാർ ചോദിക്കുന്നത്. ആണോ? എന്താ ബനക്ക് ഫേമസ് ആയ വാസണ്ണ? ഉസ്മാനൊക്കെ ഫേമസ്. ഉസ്മാനൊന്ന് പരിചയപ്പെടുത്തറ. ഓ പരിചയപ്പെടുത്താൻ. ഉസ്മാൻ ഇത്ര ആൾക്കാരാ? ഉസ്മാൻ ഇപ്പൊ വരുമല്ലോ, ഷെയ്ക്കിനടുത്ത് വരും. അവിടെ ഉണ്ടാവും. അല്ല, വാസവണ്ണന്റെ ഇവിടെ വീടില്ലേ? നമുക്ക് വീടുണ്ട്. നീ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലാന്ന് തോന്നല്ലേ? ആദ്യം വണ്ടി നിർത്തിയില്ലേ ഷമീറ? അവിടെ അത് വാസവണ്ണന്റെ വീടാ. ഇത് ശരിക്കും രാത്രി അല്ലാത്ത ഒരു ദിവസം തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസം വീടൊക്കെ കാണാം. അപ്പുകുട്ടാ ആരുടെ ഫോൺ അടിക്കുന്ന? ഹലോ, അതൊന്ന് നൈറ്റ് ആക്കണോ?
ഹലോ വേറെ സ്ഥലത്താ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പിള്ളേർക്ക് ഇവിടെ ഒരു ഐലൻഡ് പറയുമ്പോ രാത്രിയല്ല അവനെ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് ശരിയല്ല. അവന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, എത്ര വർഷമായി. ഇതെന്താ സംഭവം? ഇത് ചന്ദ്രൻ ചന്ദ്രനുണ്ടല്ലോ. ചന്ദ്രന് കാസ്ട്രോ, ഷെയ്ക്ക്, ഈഗിള് എല്ലാരും ഉണ്ട്. അല്ല ഇല്ല അങ്ങനത്തെ പേര് പറയാൻ കണ്ണാപ്പി കൊണ്ടെടുത്ത് ഇത് കണ്ണാപ്പിയല്ല. കാസ്ട്രോന്റെ ഈഗിളുടെ എല്ലാം ഫോട്ടോന്റെ അടക്കം എന്തിനാണ് ഈ ഷെമീറിട്ടത്? കുഴപ്പമില്ല. പിന്നെ എനിക്കെന്താ ഇതാണ് ഷെയ്ഖിന്റെ ഷെയ്ഖ് മൻസിൽ. എന്താടാ ഇത്? അത് ഷെയ്ഖിന്റെ പണിക്കാരൊക്കെ നിൽക്കാൻ ഷെയ്ഖ് ഉണ്ടായി കൊടുക്കാം. ഷെയ്ഖിന് പണിക്കാരോ? നമുക്ക് മാത്രമേ ഒരു വിലയില്ലാണ്ടുള്ളൂ. ഇവന് ഇവിടെ ഗെയിമിലല്ലേ ഇവന് വലിയ സംഭവമാണല്ലേ. ജീവിതത്തിൽ എത്തിയില്ലേ കാർ കളക്ഷൻ ബുഗാട്ടി GTR. ഇതെന്താ സാധനം? എന്താ സംഭവം? ഗോഡല്ല, ഇതിന്റെ കളറൊക്കെ മാറ്റിയ. ഈ ഗരേജിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാല് ഇതില് പ്രീമിയം ആയിട്ട് ഒറ്റ വണ്ടിയല്ല, എല്ലാം ഓൺ വണ്ടികളാ മൊത്തം. സിറ്റിയിലത്തെ ഒരു വണ്ടിയിലില്ല, ശ്രദ്ധിച്ചു നോക്കിയാ മതി. എല്ലാം വൺ പീസാ. സ്വിഫ്റ്റും ഉണ്ടാ ഇതില്? സിറ്റിയില് ആരും കയ്യിലില്ല ഈ വണ്ടികളൊന്നും. ഇത് നിങ്ങളവിടെ കിടപ്പില്ലേ പറഞ്ഞോ? ഇതില്ല, ഇത് കുറച്ച് മോർ ദാൻ ഫ്യൂച്ചർ ആണ്. എത്ര അപ്ഡേറ്റഡ് ഇല്ല. ഇതെന്റെ അടുത്തുണ്ട് ലിമോ. ഇത് കണ്ടോ? ഇത് ആരുടെ വണ്ടിയാ? ഷെയ്ക്കിന്റെ വണ്ടിയാ മൊത്തം. മുകളിലുണ്ട്. ഇത് കയ്യിലേക്കില്ല, ഇനിയുണ്ട്. ഇതിന്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടോട്ടെ. ഇതിന്റെ ബാക്കിൽ എയർപോർട്ട് ഉണ്ട്. എയർപോർട്ടാ? ഈ വീട്ടിൽ എയർപോർട്ട് ഉണ്ട് സ്വന്തമായിട്ട്. ഇത് കണ്ടോ? ഇത് ജസ്റ്റിസ് ലീഗില് ലാസ്റ്റ് ബാറ്റ്മാൻ വരുന്ന വണ്ടിയാണ്. വണ്ടിയാ കാർലോ. ഇതെല്ലാം 1 out of 1 വണ്ടികളാ മൊത്തം. ഇതൊറ്റ പ്രീമിയം വണ്ടികളല്ലേ. ഈ സാധനം എന്റെ അടുത്തുണ്ട്, ഈ ലിമോ. മേളത്ത് നോക്കിട്ടെ, കേള് കണ്ടില്ല. മേളില്ല, അവിടെ വെച്ചിട്ടില്ലല്ലേ? അവിടെ വെച്ചിട്ടില്ല. വസന മേലത്തെ വണ്ടി അടിച്ച് കളഞ്ഞതാ. ഫുള്ള് കത്തിട്ട് കളഞ്ഞതാ. ഒരു മിനിറ്റ്. വസന അങ്ങ് യൂസ് കൊടുത്താ മതി. ഇതാ എന്റെ സൗണ്ട് കുറഞ്ഞു. എന്റെ ഫ്രണ്ടിൽ നിൽക്കുവോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ബിരിയാണി കിട്ടിയായിരുന്നാ? വേറെ സാധനം കൂടി ഉണ്ടായിരുന്നു. ഒരു പച്ചവെള്ളം എന്താ ഷെയ്ക്കേ? നിങ്ങക്ക് കള്ളാണോ റമ്മാണോ? കള്ളി ഞാൻ കുടിക്കൂല, അറാമാണ്. റമ്മ എന്താണ് റമ്മ? എടാ കിറങ്ങുന്ന സാധനമാണ്. ആർക്കെങ്കിലും കഞ്ചാവാണോ? കിറങ്ങും പറഞ്ഞൂടാ സൗകര്യം. എന്താ സാധനം? കിട്ടില്ല. കാർലോക്ക് ബിരിയാണി കിട്ടിയാ? പരിപാടി എവിടെ നടക്കുന്നത്? ഞാൻ പറയുന്നത് നിനക്ക് മറ്റൊരുണ്ട്. എന്താ വടിയല്ലോ? എന്താ പറയാ കേട്ടില്ല.
അടിക്കണം കള്ള് കണ്ണിലും സിഗാർ അതോ കഞ്ചാവാ? കഞ്ചാവ് ശേഖരാണോ? കഞ്ചാവ് അടിച്ചാ 2 മിനിറ്റിന് കറങ്ങും. ഇത് എക്സസൈസ് കൊണ്ടുപോരാട്ടോ കറങ്ങും. ഇല്ല കിട്ടിയില്ല. നിങ്ങ ഇതിനെല്ലാം കൂട്ടിക്കേത് ഇത് ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല, അതുകൊണ്ടല്ലേ പറയുന്നത്. ഇതൊന്നും നമ്മള് ഇതാക്കാൻ പാടില്ല. വാസോണ്ട 2 പുക അടിക്കാം. ഞാൻ എന്തായാലും അടിച്ചു നോക്കാൻ പോവാ. ഞാനെന്തായാലും പോലീസിന്റെ സീനാവും. പെട്ടെന്ന് എടുക്ക്, സാധനം എടുക്ക്. ഷമീറിനൊന്ന് കൊടുത്താ ഷമീറിനൊന്ന് കൊടുക്ക്. സാബൂര് എന്റെ വിളിക്കേണ്ടി. നീ സിഗാറ കൊടുക്കുന്ന കഞ്ചാവ് കൊടുക്കുന്ന? ഞാൻ കഞ്ചാവ് കൊടുത്തു ഓൾറെഡി. ഷമീറിന് കൊടുത്തോന്ന്. ഷമീർ ടാബ് നോക്ക്. ക്യാപ്സ്ലക്കിന്റെ മേലെ ടാബ് ഉണ്ട്. ക്യാപ്സ്ലക്കിന്റെ മേലെ ടാബ്. ഹലോ അയ്യോ അയ്യോ എടാ സീനാവും. നമ്മളൊന്ന് താഴെ പോയല്ലോ. എയർപോർട്ട് തൊപ്പി നോക്കണ്ട, തൊപ്പി മൂടില്ല വാസന. അത് നോക്കണ്ട. വണ്ടിയെല്ലാം പോയായിരുന്നോ? അത് കുഴപ്പമില്ല, അത് DV ആക്കി കളഞ്ഞതായിരിക്കും. അതൊന്നും നോക്കണ്ട, എല്ലാ പാടെ റെഡി ആവൂല. ഇങ്ങനെ നടക്കുള്ളൂ വാസന. കാറില് ഒറ്റയ്ക്കാണോടാ അവൻ ഒന്നാതെ. തൊപ്പി വരും നോക്കാം, തൊപ്പി വരും നോക്കാം, തൊപ്പി വരും നോക്കാം. കാറില് എവിടെ? ഓ വരുന്നത് കാറിലെന്ത്? കാറിലോ കാറില വാ. തൊപ്പി 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 ഇങ്ങോട്ട് അങ്ങോട്ട്. എല്ലാവർക്കും കഞ്ചാവും മയക്കുമരുന്നും കൊടുക്കുന്ന ഇവനാണ്. തൊപ്പി എല്ലാരും കൂടി ഇത് 2 പഞ്ചായത്ത്. ഇത് GTA പകുതി ഇവരെടുത്ത് മാപ്പ്. ഇനി നമ്മുടെ ഗ്യാങ്സ് രണ്ടുകൂടെ ഉള്ളു ഇനി. ഞാൻ അതല്ല ഇവിടുന്ന് സിറ്റിക്ക് പോകാനുള്ള അവസ്ഥ എത്ര സത്യം സത്യം. പോണെന്നില്ല, നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഫ്ലൈറ്റില് നേരം പോലെ വണ്ടി ഓടിച്ച് ഇവിടുന്ന് സിറ്റി വരെ എത്താറുള്ള ഇടക്കേറ്. ഫ്ലൈറ്റ് എയർപോർട്ട് ഇതിന്റെ ഉള്ളത് ഡയറക്റ്റ് പറക്കാം. റൺവേ ഉണ്ട്, റൺവേ ഉണ്ട്. മൊത്തത്തില് സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാം. ഷെയ്ഖിന്റെ ഐലൻഡ് ഒരു സിറ്റിയാണ്. ഞാനാ ഓടിക്കുന്നത്. അല്ല വാസന കാറില് കയറില്ല വാസന. ഫുള്ളായില്ല, 2 സീറ്റും കൂടി ഉണ്ട്. കേറ്. ഇതെങ്ങനെ പറത്തുന്നെന്ന് അറിയോ ആർക്കേലും? നാണക്കുള്ള ഇതെങ്ങനെ പറത്തു വരുമ്പോ എന്തായാലും കത്തും. അതാണ്ടാവുക. ഇപ്പൊ തന്നെ സെറ്റാക്കട്ടെ. ഡോർ അടച്ചില്ല വാസന. ഡോർ അടച്ചിട്ടേക്കാണോ? ഇവിടെ ഞങ്ങള് മിക്കവാറും ഒന്ന് കത്തും. പെട്ടെന്ന് നമ്മള് വാസോണന്റെ കൊണ്ടല്ല, ഇത് തിരിച്ച് ലാൻഡ് ചെയ്യുന്ന ടൈം കൊണ്ട് അവിടെ 2 ഫ്ലൈറ്റ് അവിടെ നിർത്തിയിട്ടാണ്. അത് എന്തായാലും പോയി ക്രാഷ് ആവും. ഇതിൽ സബ്ഗുരുണ്ടോ? ഒന്നും സംഭവിക്കില്ല. മേപ്പോട്ട് അയ്യോ വടിവലു അപ്പുകുട്ട ആരും വലി ആര് വലിക്കേ പോടാ. ഞാൻ ചത്ത്.
വണ്ടിയുടെ എടാ ഇതിന് നിനക്ക് ആർക്കും അറിയാത്തൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. എന്റെ കീബോർഡ് 60% കീബോർഡാ. എനിക്ക് ഫ്ലൈറ്റ് പഠിക്കാനുള്ള സാധനമില്ല. മൗസ് കൺട്രോൾ ചെയ്യണം, എന്റെ കയ്യിൽ നിന്ന് പോയതാ. ഷെയ്ക്കൊക്കെ ഇവിടെ മെയിൻ ഗസ്റ്റുകളൊക്കെ കിടക്കുന്നതാ. ഇതെന്താ എല്ലാരും കൂട്ടിയിട്ടിക്കണെന്താ? കത്തിക്കുന്നത് തൊപ്പിനെ കിട്ടിയില്ല. തൊപ്പിനെ വിളിച്ചിട്ടില്ല. തൊപ്പിനെ 2 ബോഡി വരാനുണ്ടല്ലോ ഇത്. എന്താ എന്താ വാസണ്ണ? അപ്പൊ എന്താ ആക്കിന് നിങ്ങള്? അത് സിറ്റിയിലെ PL അടിച്ചതാ പെട്ടത്. ആ അതെ അതെ എനിക്കറിയാം. ഞാൻ കരുതി കഞ്ചാവ് അടിച്ചിട്ടാ ഓട്ടിയെ. അല്ല PL. തൊപ്പി MRZ തൊപ്പിന്ന് അടിച്ചാൽ മതി. തൊപ്പിന്ന് അടിക്കുമ്പോ ഭയങ്കര PL. ഇഷ്യൂ ഉണ്ട്. അപ്പൊ അവരോട് എത്ര പറഞ്ഞാലും കേൾക്കൂല്ലോ. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്ക് എന്റെ 65% കീബോർഡാ. എനിക്ക് ഫ്ലൈറ്റ് പഠിക്കുന്ന ബട്ടൺ ഇല്ല. ഞാൻ മറ്റേ മാറിപ്പോയി ബട്ടൺ. അല്ല എനിക്ക് ഫ്ലൈറ്റ് പഠിക്കുന്ന ബട്ടൺ ഇല്ല. മൗസിൽ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും അരക്കാൻ. മറ്റേ ഞെക്കി പിടിച്ചിട്ടില്ലേ? വാസന മേലെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. അതല്ല ഇതിന്റെ അവസാനത്തെ ഇനാഗ്രേഷൻ ആണ്. GTA 10 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടത്താന്ന് പറഞ്ഞ മനുഷ്യന് പരിധിയില്ലേ ഇതിനൊക്കെ? ഞാൻ ഇവിടെ ഒരു ആശ്രമം തുടങ്ങുന്നുണ്ട്. അതുകൂടെ സിറ്റി കംപ്ലീറ്റ് ആയി. ഇനി മാപ്പിൽ സ്ഥലമില്ല. നിങ്ങള് വെള്ളത്തിൽ വല്ലതും പണിയോ ഇനി? ആ വെള്ളത്തിലാ പണിയത്. ആശ്രമം, അതായത് ആൾക്കാർക്ക് വേണ്ടിട്ട് ഒരു ആശ്രമം. ലവ് ഫെയിലിയറുള്ള ആൾക്കാർക്കോ? ആ പെട്ടില്ല, ഒള്ളി സന്യാസം. അത് കാറിലോട് പറയാതെ എന്നോട് പറഞ്ഞതിന്റെ കാര്യം ഗുരു അല്ല വാസണിപ്പോ പെട്ടില്ലല്ലോ. അത് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റിലെ പബ്ലിക് ആകത്തുള്ളൂ. ഞാൻ എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുക. കൊറേ ആൾക്കാർ പറഞ്ഞു അത്. എന്നാ നീ വാസോനെ വരെ കൂട്ടിട്ട് അങ്ങോട്ട് വാ. ഹാപ്പി എൻഡിങ് ഉണ്ടോ ചോദിക്കണോ? അണ്ണന്റെ ജാക്കറ്റിലെ കാറിൽ ഇട്ടേക്കുന്നത്. ഇതെന്റെ ജാക്കറ്റ്. ഇതെന്റെ ജാക്കറ്റ്. പെട്ടെന്ന് സിംഗിൾസ് ഓൺലി ചോദിച്ചാ വാറാവോ? കാർലോ, ഇത് ഞാൻ ഉണക്കാനിട്ടിരുന്ന ജാക്കറ്റ് അല്ലേ എന്റെ? ഈ ടൈക്കുന്നത് അല്ലല്ല, ഇത് എന്റെയാ. ഇത് എന്റെയാ ശരിക്കും. ഇത് എന്റെയാ. അവിടെ എന്റെയാ അത്. കാർലോടെ വേറെ പച്ചയല്ലേ? ഇത് എന്റെയാ. അവിടെ കിടന്ന് അടിയൊക്കെ കാണല്ലേ? ഇത് എന്റെയാ. നോടി രക്ഷപ്പെടും. വീടൊക്കെ കണ്ടുപിടിക്കും. നല്ല കത്തലുണ്ടല്ലോ ബ്രോ. ചന്ദ്ര, നീ എവിടെ? ചന്ദ്ര നമ്മൾ ഈ സ്ഥലത്തൊന്നും പോവില്ലേ? അവര് ഏതോ ഹെലി എടുത്ത് പറന്നു പോയെന്ന്. ചന്ദ്ര കേക്കാവോ? ചന്ദ്ര ഇങ്ങോട്ട് വാടാ. അതെ ചന്ദ്ര, എവിടേക്ക്? ഞങ്ങളുടെ കാറിലുണ്ട്, ലിമോസിനില്, ബാക്കിലത്തെ ലിമോസിനില്. നിങ്ങള് വന്ന വണ്ടി എവിടെ മറിഞ്ഞെന്ന് കരുതി ഞങ്ങള് രക്ഷിക്കാൻ വന്ന ഞങ്ങള്. നീ എവിടെയായിരുന്നു ചന്ദ്ര?
അതിനകത്ത് ബസ് കയറ്റിയതാ. ചന്ദ്ര എന്റെ ജാക്കറ്റ് ഇട്ടേക്കുന്നു കാറിൽ, അത് ഊരി മേടിച്ചു തരുമോ? ഞാൻ ചോദിക്കണം അല്ല കാറില് നമ്മള് ശങ്ക് കാറിലോ വാസുണ്ട് ജാക്കറ്റ് ഒന്ന് ഊരി കൊടുക്കണം. ഇതെന്റെ ജാക്കറ്റ് ആയിരുന്നു. ഇത് വാസുണ്ട് ഐ ഹാവ് പ്രൂഫ്. ഇത് എന്റെ ജാക്കറ്റാ. എന്റെ ഇതാണ്. എല്ലാരും ഓർക്കണ സാധനം അതെന്താ പ്ലഷർ? തിയേറ്റർ ജാക്കറ്റ് ആണ് കാരണമൊക്കെ ചേരത്തില്ലത്. കാറിലൊക്കെ മറ്റേ പച്ച ഉടുപ്പായിരുന്നു നേഴ്സ്. അതാണ് സമ്മാനായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചതാ. രതീഷാണ് നിർത്താൻ. പേരെന്താ? ചന്ദ്ര ഒരു ജോയിന്റ് അറിയണ്ട. ഏത് സാഫ്ഗുരു? എടാ നീയല്ല നേരത്തെ കഞ്ചാവ് വന്നത്. പബ്ലിക്കാരിതൊന്നും പറയല്ലടാ. ഇവരെ കൊണ്ടുപോകട്ടോ നേരെ പോലീസ്. അവിടെ അടുത്ത കേസിൽ നമ്മളെ പിടിക്കും. നല്ല പയ്യനല്ലേ അണ്ണാ? കേസാണ് ചന്ദ്ര. തൊപ്പിയൊക്കെ ഡീസന്റ് ആടാ, ഡീസന്റ്. അവസാനം കാണാൻ പോണ്ടല്ല. ഇവരെ അവസാനം കാണാൻ നമ്മള് അണ്ണാ അവർക്ക് ആ തുപ്പിയാണത്. നമ്മളെ വിട്ടും ആ തൊപ്പിയാണോ ഇതൊന്ന്? നീ ഇങ്ങനെ കണ്ട അവൻ അത്രയും ഇതേ ഉള്ളൂ, മനസ്സിലായോ? തൊപ്പിയെ കൊണ്ടുപോയ തൊപ്പി അറസ്റ്റ് ചെയ്തേ ലൈവിടെ ഉള്ളു. അത് ചന്ദ്രന്റെ പ്രമോഷൻ ആയിട്ടിരിക്കുന്നുണ്ടാ? ബ്ലാക്ക് മാഫിയല്ലേ? എല്ലാം നമ്മളെ പിള്ളേരെ ഇതെല്ലാം കെട്ടിപ്പണിതോ അറിയണ എല്ലാം നമ്മളെ പിള്ളേരാ. റേഡിയോ സൈസ് കുറയ്ക്കാൻ നോക്ക്. മൈക്ക് ശേഷമുള്ള ഓപ്ഷനാണ്. നമസ്കാരം. സ്പീക്കേഴ്സ് ലിസ്റ്റ്. ഓ അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ? ഓ സംസാരിക്കുന്നവരുടെ മാത്രം ലിസ്റ്റ് കേൾക്കാം. ഞാൻ ബെന്നി. ഏതാണ്? രണ്ട് പെഗും കൂടി അടിച്ചിട്ട് പോവാ. കൊള്ളാം ബ്രോ, കൊള്ളാം. പേര് വിഷയം പരിചയപ്പെടാൻ കുറെ കാലം കാത്തിരിക്കുന്നത് ഒരു അവസരം കിട്ടി. എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, എല്ലാം ശരിയാവട്ടെ. ഓക്കെ മീനുക്കുട്ടി പറ. മീനുക്കുട്ടി പരിപാടിക്ക് ഉണ്ടായിരുന്നോ? വാ വാ നമുക്ക് വിട്ടിരിക്കാം. വാ ഉസ്മാനെ നിന്നെ തൊപ്പി തിരക്കിയായിരുന്നു കേട്ടാ. ഞാൻ അവസാനം കാണാം.